ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടീം ഫെരിസാമോ. എൻ്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലടിക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിൽ പോവാം. വാ. ഇനി ഡാഡിയുടെ ബർത്ത്ഡേയിൽ വിശേഷം കാണാനും നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. Happy birthday to you. Happy birthday to you. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ തന്നെ ബേക്ക് ചെയ്ത കേക്കാണ്. ബ്രൗണിയാണ്, നമ്മളെ ചോക്ലേറ്റ് ബ്രൗണി. അപ്പം ചേട്ടന് ഇഷ്ടം ബ്രൗണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൗണിയാണ് ഇപ്രാവശ്യവും കേക്ക് ബേക്ക് ചെയ്തത്. കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കിവി ഒന്ന് ജസ്റ്റ് അലങ്കാരത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും. അത്രയേ ഉള്ളൂ പ്ലാൻ. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത്. അപ്പം മക്കൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവർ തന്നെ കട്ട് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ഓരോ പീസ് കേക്ക് കട്ട് ചെയ്ത് നമ്മൾ കൊടുത്ത് അവരോടെ തന്നെ കഴിച്ച്. ഇനി ഫുഡ് നമ്മൾ പുറത്തു പോയാണ് കഴിക്കുന്നത്. ഇപ്പം രാത്രി ആയിട്ടുണ്ട്. നല്ല കേക്കായിരുന്നു, നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കായിരുന്നു, നല്ല ജ്യൂസി ആയിട്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പൊതുവേ ബ്രൗണിയാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം. ചേട്ടനാണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ബ്രൗണിയാണ് ഇഷ്ടം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വെൺപാലവട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് ഇമ്പീരിയൽ കിച്ചൺ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ബാംഗ്ലൂർ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഇവിടെ കൂടാതെ കവടിയാർ, കേശവദാസപുരം അവിടെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അകത്തോട്ട് കയറുവാണ്. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറിയപ്പം അവിടെ നമ്മളെ ക്രിസ്മസ് തീമിൽ അവിടെയൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുട്ടികൾ പെട്ടെന്ന് അത് കാണുമ്പം അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ മക്കളും അങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പ് പറഞ്ഞ് വൈറ്റ് ക്രീമി സൂപ്പാണ് പറഞ്ഞത്. ചിക്കൻ്റെ സൂപ്പ് നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട്. സാധാരണ അവരങ്ങനെ സൂപ്പ് അങ്ങനെ ട്രൈ ചെയ്യാത്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം പിങ്കിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ട്. ജാനിയും കുറച്ചൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ക്രീമി ടെക്സ്ചറിലുള്ള സൂപ്പായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വൈറ്റ് സോസിൻ്റെ തന്നെ പാസ്തയാണ് പറഞ്ഞത്, അതും നല്ലതായിരുന്നു.
പിന്നെ സ്ട്രീക്ക് ഉണ്ടായിരുന്നു, സ്മാഷ്ഡ് പൊട്ടറ്റോയും വെജീസും ഒക്കെ വരുന്ന, അതും നല്ലതായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാസ്തയാണ്. അപ്പം ഞാൻ കുറച്ച് പ്ലേറ്റിൽ പാസ്ത എടുത്തു. അപ്പം മക്കൾക്കാണ് പാസ്ത പറഞ്ഞത്, അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് പാസ്ത വാങ്ങിച്ചത്. ലാസ്റ്റ് ടൈം പാസ്ത വാങ്ങിച്ചപ്പോൾ മക്കൾ കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം വേണം, കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ കുറച്ചെടുത്ത് പിങ്കിക്ക് കൊടുത്തു, ഇനി കുറച്ചെടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നല്ല വൈറ്റ് സോസാണ്, അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പെപ്പറോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് സ്ട്രീക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വെജീസൊക്കെ കഴിക്കുവാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റീം ചെയ്ത പൊട്ടറ്റോ ഉണ്ട്, പിന്നെ നല്ലൊരു സോസും നമുക്കതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്ട്രീക്ക് വന്നിട്ട് കുറച്ചൊന്ന് കുക്ക്ഡ് ആയതുപോലെ തോന്നി, കാര്യം കുറച്ച് ഹാർഡായിരുന്നു, ഒന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ കുറച്ച് കുക്ക്ഡായിപ്പോൾ, കാര്യം അവർ നമ്മളോട് ചോദിച്ച് കുക്ക് ചെയ്തത് മീഡിയമാണോ അങ്ങനെ എങ്ങനെയാണ് വേണ്ടത്, നമ്മൾ പക്ഷേ മീഡിയമാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓവർ കുക്ക്ഡായെന്ന് തോന്നും. അപ്പം ആദ്യം എടുത്ത പാസ്ത എന്തായാലും പിങ്കി കഴിക്കുന്നുണ്ട്. അപ്പം ചേട്ടനും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇനി അത് സ്ട്രീക്ക് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ചേട്ടൻ അല്ലാണ്ട് തന്നെ കഴിച്ചു, ഇഷ്ടമായെന്ന് പറഞ്ഞു. പിന്നെ ഇനി അടുത്തത് ഞാൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി, കാര്യം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ വെജീസ് കഴിക്കുവാണ്, അപ്പോൾ ഞാനും ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പീസ് എടുത്ത് അതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട്, ഞാനാണെങ്കിൽ ആ ഒരു സോസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ സോസ് കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ കഴിക്കുവാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, എനിക്കത് ഇഷ്ടപ്പെട്ട്, വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. പിന്നെ ഒരു വെജീസും കൂടെ കഴിക്കുമ്പോൾ നല്ലതാണ്, നല്ല ഫില്ലിംഗ് ആണ്. ഇങ്ങനെയൊക്കെ നമ്മളെപ്പോഴും നമ്മളെ നോർമൽ ഫുഡല്ലേ കഴിക്കുന്നത്. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചില്ലി ചിക്കനും അപ്പവും നല്ല കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ അപ്പം കഴിച്ചില്ല, കുറച്ച് ചില്ലി ചിക്കൻ എടുത്തു. അപ്പം ജാനി വലുതായിട്ടൊന്നും കഴിച്ചില്ല, അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൊടുക്കാനായിട്ട് അപ്പവും ചില്ലി ചിക്കനും എടുത്ത് കഴിച്ചു. അപ്പം ചില്ലി ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോസൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും, കാര്യം ഒരുപാട് എരിവൊന്നുമില്ല. അതിനുശേഷം മക്കൾ നേരെ പാർക്കിലോട്ട്, അവിടെ ചെറിയൊരു പാർക്കുണ്ട്, അതായത് അവിടെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ നേരെ പോയി കളിക്കാനായിട്ട് പോയി. അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ളതാണ്, തീരെ പൊടിയുമൊക്കെ ഉള്ള. അപ്പോൾ ഇവരും അവിടെ പോയിട്ട് കളിച്ച് അവരും കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്ത് അവർ ഹാപ്പി ആയിരുന്നു. ഇനി അവിടെ നിന്ന് വരാൻ അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഇറങ്ങുന്നതിൻ്റെ ആ സൈഡിൽ തന്നെ ഒരു വോളിൽ കുറേ ഫോട്ടോ ഫ്രെയിംസൊക്കെ നമുക്ക് കാണാം, മന്ത്രിമാരുടേതാണെങ്കിലും അതുപോലെ സെലിബ്രിറ്റീസായ ക്രിക്കറ്റ് കളിക്കാരുടേതാണെങ്കിലും, സഞ്ജു സാംസൺ, രാഹുൽ, ദിനേശ് കാർത്തിക്, അതുപോലെ ടിനി ടോം, മന്ത്രിമാർ, അങ്ങനെ കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ സൈഡിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഏകദേശം ഇപ്പം 9 മണിയൊക്കെ ആയി, അപ്പം നമ്മൾ ഇറങ്ങാനുള്ള ഇതിൽ നിൽക്കുവാണ്. അപ്പം ഈ ഹോട്ടലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതൊരു അത്യാവശ്യം നല്ല പ്രീമിയം ഹോട്ടലാണ്. പിന്നെ ഇവിടെ ചൈനീസ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്, എന്നാലും ഇവിടെ ചൈനീസുണ്ട്, ജാപ്പനീസുണ്ട്, അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ, അറബിക്, തായ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും. അപ്പം ആർക്കെങ്കിലും ഇതുപോലത്തെ ജാപ്പനീസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പീരിയൽ കിച്ചണിൽ വരാം, വളരെ നല്ല സർവീസാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ചേട്ടനും ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ചേട്ടൻ്റെ ബർത്ത്ഡേ വന്നിട്ട് December 9th ആയിരുന്നു. അപ്പം 9th നമ്മൾ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് വോട്ടിൻ്റെ ദിവസവും കൂടെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോട്ട് നമ്മളെ അവകാശമാണ്. അപ്പോൾ ആരും പാഴാക്കാതെ പോയി വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുവാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മത്സ്യഫെഡിൻ്റെ തന്നെ ഗവൺമെൻറ് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ക്രിസ്മസ് അനുബന്ധിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ എന്തോ ഫെസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എപ്പോഴും നമ്മളൊരു മെമ്മറി ആയിരിക്കും. കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്കിതെടുത്ത് കാണാൻ പറ്റും. ഓരോ ഫോട്ടോയും ഓരോ മെമ്മറീസ് ആണല്ലോ. അപ്പം ഇന്നത്തെ ദിവസം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ബർത്ത്ഡേ ബോയ്ക്ക് ഭയങ്കര ആഘോഷിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ മക്കൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് കേക്ക് കിട്ടിയിരുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ ഓരോ വർഷം കഴിയുന്നവർ ഓരോ വയസ്സ് കൂടുന്നു. അപ്പോൾ നമുക്കത്ര വലിയ താല്പര്യം കാണില്ല. കുട്ടികൾക്കാണ് അത് ഭയങ്കര എൻജോയ്മെൻറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.